ഡീപ്പസ്റ്റ് സീക്രട്ട് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗയുടെ ആത്മകഥ ശ്രീയം എപ്പിസോഡ് 13. വിശുദ്ധമായ ആഹ്ലാദോന്മാദം. നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തുടരുന്നതിന് മുമ്പ് ഒരു അസാധാരണമായ കൂടിക്കാഴ്ചയെപ്പറ്റിയും പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു തച്ചനിൽ നിന്നാണ് ഞാൻ അത് അറിയാനിടയായത്. ഭീമാപ്പള്ളിയിൽ കാലടി മസ്താനെ കണ്ടിരുന്ന സ്ഥലത്തു നിന്നും കുറച്ച് അകലെയുള്ള പൂന്തുറ എന്ന സ്ഥലത്ത് ആളുകളെ കാലുകൊണ്ട് തൊടിക്കുന്ന ഒരു വിശുദ്ധൻ ഉണ്ടെന്നറിഞ്ഞു. ക്രിസ്തുമസ് അവധിക്കാലത്ത് ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു ഭ്രാന്തനെ കാണാനുള്ള എൻ്റെ വൈമനസ്യത്തെ എൻ്റെ ജിജ്ഞാസ കീഴടക്കുകയുണ്ടായി. രാവിലെ തന്നെ പൂന്തറയിലേക്ക് പോകാൻ ബസ്സിൽ കയറി. അവിടെ എത്തിയപ്പോൾ തന്നെ ബസ്സിൽ നിന്നിറങ്ങിയ ഞാൻ ഒരു വിചിത്ര മനുഷ്യൻ മണൽപ്പരപ്പിൽ കുത്തിയിരിക്കുന്നത് കണ്ടു. ഒരു ചെറിയ ആൾക്കൂട്ടം ആ മനുഷ്യൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ ശോഷിച്ച ശരീരത്തിൽ അഴുക്കുപാളികൾ പറ്റിപ്പിടിച്ചിരുന്നു. ഒരു കൗപീനമല്ലാതെ മറ്റു വസ്ത്രങ്ങളൊന്നും ധരിച്ചിരുന്നില്ല. ജടപിടിച്ച തലമുടിയും താടിയും അസാമാന്യമായി നീണ്ടതായിരുന്നു. അവ നിലത്ത് തൊടുന്നുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ നേത്രങ്ങൾ ഭയാവഹമായിരുന്നു. കുരുക്കിലകപ്പെട്ട മെരുങ്ങാത്ത മൃഗത്തിൻ്റെ കണ്ണുകൾ പോലെ അവ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരുന്നു. ഞാനും ജനക്കൂട്ടത്തിൽ ചേർന്നു. ഒരൽപ്പം കഴിഞ്ഞ് സ്ഥലം വിടുന്നതാണ് ഉചിതമെന്ന് വിചാരിച്ചു കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ആ വിചിത്ര മനുഷ്യൻ തൻ്റെ അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ഞാൻ അറച്ചു. അന്നേരം എൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്ന ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, "പോകൂ, അടുത്തേക്ക് പോകൂ, നിങ്ങൾക്ക് സൗഭാഗ്യം കിട്ടും." മനസ്സില്ലാ മനസ്സോടെ ഞാൻ മുന്നോട്ട് നീങ്ങി. ആ മനുഷ്യൻ്റെ അടുത്തു ചേർന്ന് നിന്നു. ആ മനുഷ്യൻ എന്നോട് കുനിയാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ നേർക്ക് നിന്നുകൊണ്ട് കുനിഞ്ഞു. വിചിത്ര മനുഷ്യൻ്റെ അഴുക്കു പുരണ്ട ശരീരത്തിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധമാണ് പ്രതീക്ഷിച്ചത്. അത്ഭുതകരമെന്ന് പറയട്ടെ, അതീവ ഹൃദ്യമായ പരിമളമാണ് അനുഭവപ്പെട്ടത്. അതോടൊപ്പം മറ്റൊരനുഭവം ഉണ്ടായി. എൻ്റെ വലതുഭാഗത്തെ ചെകിട്ടിൽ കാലുകൊണ്ടുള്ള ശക്തിയായ തുഴി കിട്ടി. കണ്ണിലൂടെ മിന്നൽ മറിഞ്ഞതുപോലെ തോന്നി. പ്രഹരമേറ്റ് ഞാൻ നിലം പതിച്ചു. ഒരു തവണ നിലത്ത് ഉരുളുകയും ചെയ്തു. എന്നിട്ട് ഞാൻ എണീറ്റു. വേദന അകറ്റാൻ കൈകൊണ്ട് ചെകിട്ട് തിരുമ്മി. രണ്ടുപേരും പരസ്പരം ഒന്നും പറഞ്ഞില്ല. സ്വാമിക്ക് എന്നിൽ താല്പര്യമില്ലാത്തതുപോലെ എവിടേക്കോ നോക്കി. അവിടെ ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ അവിടെ നിന്നും യാത്രയായി. ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത്. ഞാൻ ബസ്സിൽ കയറിയിരുന്നു. അന്നേരം എനിക്ക് ഒരു കാര്യം ബോധ്യമായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശീർഷാസനം ചെയ്യവേ പെട്ടെന്ന് മറിഞ്ഞു വീണതിന് ശേഷം മുതുകിൻ്റെ താഴെ വലത്തുഭാഗത്ത് അനുഭവപ്പെട്ടിരുന്ന വേദന പൂർണ്ണമായും ഇല്ലാതായി. മടങ്ങിപ്പോയി വിശുദ്ധന് നന്ദി പറയണമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ബസ് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ മനസ്സിൽ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞു. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ കാണാനിടയായിട്ടില്ല. പൂന്തറ സ്വാമി എൻ്റെ ആധ്യാത്മിക വളർച്ചയിൽ എന്തു പങ്ക് വഹിച്ചുവെന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. പൊതുവെ സംശയാലുവായ ഞാൻ എൻ്റെ നടുവേദനയ്ക്ക് പെട്ടെന്നുണ്ടായ ശമനം ആകസ്മികമായ ഒരു നേട്ടമായിരിക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും അത്ഭുതകരമായ അനുഭവമായിരുന്നു അത്. ഇതുവരെ പ്രതിപാദിക്കപ്പെട്ട വിശുദ്ധരുടെ ജീവിത കഥകൾ വായിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു കാര്യം ഓർത്ത് നിങ്ങൾ അത്ഭുതം തോന്നാനിടയുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഇവരെല്ലാവരും
അസാധാരണമായ ജീവിതം നയിക്കുന്നവരും നഗ്നരും കാഴ്ചയിൽ വൃത്തികെട്ടവർ എന്ന് തോന്നിക്കുന്നവരും വിചിത്ര സ്വഭാവക്കാരും ആണ്. ഹൈന്ദവ പാരമ്പര്യത്തിൽ ഭ്രാന്തർ എന്ന് തോന്നിപ്പിക്കുന്ന വിശുദ്ധരായ സ്ത്രീ പുരുഷന്മാരെ അവധൂതന്മാർ എന്ന് വിളിക്കുന്നു. സൂഫി പാരമ്പര്യമനുസരിച്ച് അവർ മസ്ത അഥവാ മസ്താൻ എന്ന് അറിയപ്പെടുന്നു. അവധൂതന്മാരും മസ്താന്മാരും ആധ്യാത്മിക പുരോഗതി നേടിയ വിശുദ്ധാത്മാക്കളാണ്. പരമമായ സത്യത്തെ പ്രാപിച്ചു കഴിഞ്ഞ അവർക്ക് സംസ്കാര സമ്പന്നർ എന്ന് അവകാശപ്പെടുന്ന സമൂഹത്തിൻ്റെ നിയമങ്ങളും വിലക്കുകളും ബാധകമല്ല. അവർ ഇവയിൽ നിന്നൊക്കെ മുക്തരാണ്. അതിനാൽ അവരുടെ പെരുമാറ്റം സാധാരണക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സാമൂഹ്യ നിയമങ്ങൾ അതീതരായി അവർ വർത്തിക്കുന്നു. അത്തരം ഒരു വ്യക്തിയോട് എന്തിനാണ് ഇങ്ങനെ ഭ്രാന്തരെ പോലെ പെരുമാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം ഇപ്രകാരമായിരുന്നു: താൻ ഈ ലോകത്തിൽ ഭ്രാന്തില്ലാത്ത ഒരു വ്യക്തിയെ കാണാനിരിക്കുന്നതേയുള്ളൂ. എല്ലാ വ്യക്തികളും എന്തിനെങ്കിലും വേണ്ടി ഭ്രാന്തെടുത്ത് പരക്കം പായുകയാണ്. ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ചിലർ ബാഹ്യലോകത്തിൽ ഭ്രാന്തുള്ളവരാണെങ്കിൽ മറ്റു ചിലരുടെ ഭ്രാന്ത് ആന്തരിക തലത്തിലുള്ളതാണ്. മറ്റൊരു വിഭാഗം വിശുദ്ധരും ഉണ്ട്. അവർ അവധൂതന്മാരുടെ സ്വാഭാവികമായുണ്ടാകുന്ന അവസ്ഥയെ അനുകരിക്കുന്നു. അവർ നഗ്നരായി സഞ്ചരിക്കുകയും വിചിത്രമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നു. എന്നിരുന്നാലും നാഗസന്യാസിമാരും ദിഗംബര ജൈനന്മാരും തങ്ങളുടെ നഗ്നത വസ്ത്രം ഉൾപ്പെടെ സർവ്വതും ത്യജിച്ചതിൻ്റെ ലക്ഷണമാണെന്ന് പറയുന്നു. ഒരു ശിശുവിൻ്റെ സഹജമായ സ്വഭാവമാണ് തങ്ങൾക്കുള്ളതെന്ന് അവർ പറയുന്നു. സൂഫി പാരമ്പര്യത്തിലുള്ള മസ്തൂർ ആ പേരിൽ അറിയപ്പെടുന്നത് അവർ സദാസമയവും ഭഗവത് പ്രേമത്തിൻ്റെ ആനന്ദ ലഹരിയിൽ രമിച്ചു കഴിയുന്നതുകൊണ്ടാണ്. അവർ തങ്ങളുടെ പ്രിയതമനുമായി ആത്മബന്ധത്തിൽ മുഴുകിയിരിക്കുന്നു. സാധാരണക്കാരനായ ഒരു ഭ്രാന്തനെയും വിശുദ്ധനായ ഭ്രാന്തനെയും വേർതിരിക്കുന്ന അതിർവരമ്പ് അതിലോലമാണ്. പല സന്ദർഭങ്ങളിലും ഭ്രാന്തനായ ഒരാൾ വിശുദ്ധനെന്നും മറിച്ചും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ടെന്നത് സത്യമാണ്. ഇരുകൂട്ടരെയും തിരിച്ചറിയുന്നതിനുള്ള ചില മാർഗരേഖകളുണ്ട്. അതിനാൽ തികച്ചും ബോധവാനായ വ്യക്തിയിൽ നിന്ന് സാധകർ മാർഗരേഖകൾ സ്വീകരിക്കുന്നത് അഭികാമ്യമായിരിക്കും. അതിവിചിത്രമായി പെരുമാറുന്ന മറ്റൊരു തരം വിശുദ്ധരും ഉണ്ട്. തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ സന്തുലിതമായി പെരുമാറുമെങ്കിലും അയോഗ്യരായ ആളുകളെ അകറ്റി നിർത്താൻ വേണ്ടി അവർ അപമാനിക്കുന്ന രീതിയിലും അന്യരോട് പെരുമാറുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സൂഫി വിഭാഗമാണ് മലമതീസ്. ഇപ്പോൾ ഞാൻ അപൂർവമായ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അതിനു മുമ്പ് അടുപ്പക്കാരും ഉറ്റ ബന്ധുക്കളുമായുള്ള ബന്ധം വിച്ഛേദിക്കും. എന്നിട്ട് വിപുലമായ പാതകളിലൂടെ അന്വേഷണാർത്ഥം സഞ്ചരിക്കും. 2 പ്രധാന ഘടകങ്ങളാണ് മുന്നിൽ നോക്കാതെ എങ്കിലും സംരംഭത്തിൽ ചെന്ന് ചാടാതിരിക്കാനും തെറ്റായ മാർഗത്തിൽ ചരിക്കാതിരിക്കാനും എനിക്ക് പ്രേരകമായി വർത്തിച്ചത്. അതിനാൽ എനിക്ക് തൃപ്തികരമായ രീതിയിൽ പ്രശ്നപരിഹാരം കാണാൻ കഴിഞ്ഞു. ഞാൻ വിശദീകരിക്കാം. യാഥാസ്ഥിത ഇസ്ലാം മതം നിഗൂഢമായ അനുഷ്ഠാനങ്ങൾക്ക് നേരെ നെറ്റിച്ചുളിക്കും എന്നത് ഒരു വസ്തുതയാണ്. എനിക്ക് വഹാബി തത്വ സംഹിതകളെപ്പറ്റിയുള്ള പ്രബോധനം നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അല്പകാലത്തേക്ക് പോലും വീട് വിട്ട് ഇറങ്ങിപ്പോകുകയോ സാമൂഹ്യ പ്രതിബന്ധതകൾ വെടിയുകയോ ചെയ്യുമായിരുന്നില്ല. ഭാഗ്യത്തിന് എന്നെയും എൻ്റെ സഹോദരിയെയും ഖുറാനും ശരീഅത്തും പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയത് ഇബ്രാഹിം ബായി എന്ന സൂഫിയെ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ആജീവനാനന്ദം കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹമാണ് എനിക്ക് സൂഫി സിദ്ധാന്തങ്ങളുടെ ആന്തരിക രഹസ്യങ്ങൾ പഠിപ്പിച്ചു തന്നത്.
ഏതെങ്കിലും കാരണവശാൽ എൻ്റെ സഹോദരി പഠിക്കാൻ വരാത്ത നാളുകളിൽ അദ്ദേഹം സൂഫികൾ സഞ്ചരിച്ച പാതകളെപ്പറ്റി അതിമനോഹരമായി എനിക്ക് വിശദീകരിച്ചു തന്നു. അതിലൂടെ അദ്ദേഹം എനിക്ക് സ്വന്തം നിലയിൽ എന്ത് ത്യാഗവും സഹിച്ച് ആധ്യാത്മിക നിധി കണ്ടെത്താനുള്ള പ്രചോദനം നൽകി. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ആധ്യാത്മിക സാധകർക്ക് ആധ്യാത്മിക രംഗത്തെ മഹാത്മാക്കൾ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളെ സംബന്ധിച്ചാണ്. സാധകർ ഒരിക്കലും അമാനുഷിക ശക്തികളിലും ദിവ്യാത്ഭുതങ്ങളിലും ആകർഷിക്കപ്പെടരുത്. അവ നേടാൻ വേണ്ടി ആഗ്രഹം പുലർത്താനും പാടില്ല. രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വിശുദ്ധൻ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും കഴിവതും വേഗം ഓടിപ്പോകണം. കുട്ടിക്കാലം മുതൽ എനിക്ക് ജാലവിദ്യയിലും അമാനുഷിക ശക്തികളിലും താല്പര്യമുണ്ടായിരുന്നതിനാൽ ഞാൻ കൈയടക്കത്തെയും ജാലവിദ്യ പ്രകടനത്തെയും സംബന്ധിക്കുന്ന വിപുലമായ സാഹിത്യം വായിച്ചിട്ടുണ്ട്. ഞാൻ അനേകം ജാലവിദ്യക്കാരനുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരിൽ നിന്ന് പല വിദ്യകളും പഠിച്ചിട്ടുള്ള ഞാൻ ചെറിയ ആൾക്കൂട്ടത്തിനു മുമ്പിലും കോളേജിലും ജാലവിദ്യ പ്രകടനം നടത്തിയിട്ടുണ്ട്. എനിക്ക് പൂർണ്ണ തോതിലുള്ള ഇന്ദ്രജാല പ്രകടനം നടത്താൻ കഴിയും. ആകാശവും ഭൂമിയും തൊടാതെയുള്ള നിൽക്കൽ, ലെവിറ്റേഷൻ, സ്ത്രീയെ വാളുകൊണ്ട് മുറിച്ച് രണ്ടാക്കൽ, ഗ്രേറ്റ് ഇന്ത്യൻ റോപ്പ് ട്രിക്ക് തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയും. അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി വരുത്തൽ, സ്വർണ്ണമോതിരങ്ങൾ സൃഷ്ടിക്കൽ, സ്ഫടിക ലിംഗങ്ങൾ സൃഷ്ടിക്കാൻ മുതലായവ എനിക്ക് വളരെ ലാഘവത്തോടെ ചെയ്യാൻ കഴിയും. പല വിശുദ്ധരുടെയും ശിഷ്യന്മാരുടെ മുന്നിൽ ഇത്തരം പ്രകടനങ്ങൾ നടത്തിയത് വിശുദ്ധരെ പ്രകോപിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇന്ദ്രജാലവും ദിവ്യാത്ഭുത പ്രകടനങ്ങളും അഭ്യസിച്ചിട്ടും ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സാങ്കത്യം. ഇത്തരം ദിവ്യാത്ഭുത പ്രകടനങ്ങൾ ഒന്നും അത്ര വലിയ കാര്യമായി എടുക്കേണ്ടതില്ല. ചെപ്പടി വിദ്യകൾ കാണിക്കുന്ന വിശുദ്ധർ എന്ന് അവകാശപ്പെടുന്നവരാൽ ഞാൻ ഒരിക്കലും വഞ്ചിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ കേട്ട മാത്രയിൽ വിശ്വസിക്കുന്ന എത്രയോ പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ ഇത്തരം വിശുദ്ധന്മാരാൽ വഞ്ചിതരാകുന്നു. ഒരു ആധ്യാത്മിക ഗുരുവിനെ അന്വേഷിക്കുന്നതിന് ഞാൻ തയ്യാറായി കഴിഞ്ഞു. അതിനുവേണ്ടി എന്തു ബുദ്ധിമുട്ടും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ്. കാഷായ വേഷം ധരിച്ച ജാലവിദ്യക്കാരാൽ ഞാൻ ഒരിക്കലും വിഡ്ഢിയാക്കപ്പെടുകയില്ല. ഇതോടെ 13ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഹരി ഓം.